ഹായ്, നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോണേ? നമ്മൾ ഉണ്ടാക്കാൻ പോണത് അവക്കാഡോ ടോസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവക്കാഡോ ഹെൽത്തി ടോസ്റ്റ്. അതല്ല, ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതെ, അറ്റ്മോസ്ഫിയറിലെ റെസിപ്പി. ഞാൻ അവിടെ പോയിട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ വിനീഷേട്ടനോടൊന്ന് വീട്ടിൽ ട്രൈ ആക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പോണാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട്. അതെ, വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കും അല്ലേ കുഞ്ഞു? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 3 മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടി ഷെഫ് നമ്മളെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ലാന്ന് ഇത് ഫുൾ ബോയിൽ ചെയ്യരുത്, സോഫ്റ്റ് ഒക്കെ ആയിരിക്കണം. ഒരു 6 മിനിറ്റ്, ഒരു ഹാഫ് ബോയിൽ. ഉണ്ണി ഉടയരുത്, പക്ഷെ അല്ലല്ല, ഉണ്ണി ഹാർഡാവരുത്, സോഫ്റ്റ് ആയിരിക്കണം. ഒരു 6 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ 6 മിനിറ്റ് എന്നിട്ടാ ഇട്ട് കഴിഞ്ഞാല് പിന്നെ കുറച്ച് ഉപ്പിട അതിനകത്ത് സാധാരണ ചെയ്യണ പോലെ. ഉപ്പിടെന്ന് വെച്ചാല് ആ സ്കിന്നിന് പെട്ടെന്ന് പൊട്ടിപ്പോരും. മറന്നു ഇടാനായിട്ട് അത് ഇപ്പോഴും ഉള്ളില് പിടിക്കൂല. മുട്ടയുടെ തോടുണ്ടല്ല, ഷെഫിനെ പഠിപ്പിക്കരുതിട്ടോ, നല്ല ഇടിക്കും ഞാൻ ഷെഫിനെ പഠിപ്പിച്ചു കഴിഞ്ഞാല്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒനിയൻ കട്ട് ചെയ്യോ? ഓണിയും പറ്റില്ല, കൈമുറിയും. ഒനിയനെ ഭയങ്കര ഫൈൻ ചോപ്പാക്കണം. ഇതിപ്പോ കുറച്ച് ജൂലിയൻ വലുതാക്കിട്ടല്ലേ, ഇതിന് തിന്നാക്കിട്ട് കട്ട് ചെയ്യണം. ടൈനി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് നമുക്ക് ലൈം ഉണ്ട് നമ്മളില്. ലൈം ജ്യൂസ് വേണം. ജ്യൂസ് എടുക്കുന്നതിന് മുമ്പ് ലൈം കുറച്ചുണ്ടല്ല സെസ്റ്റ് എടുക്കണം. ലൈമിന്റെ സ്കിന്നില്ലേ, അത് പതുക്കണമെന്ന് നമ്മ ചെറിയൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ചില്ലി വേണം, റെഡ് ചില്ലി ഉണ്ടാവും. റെഡ് ചില്ലി എന്ന് വെച്ചാല് സ്പൈസി അല്ല, അതിന്റെ സീഡ് മാറ്റിട്ട് ചില്ലിയുടെ സ്കിന്ന് മാത്രം. പിന്നെ കൊറിയാണ്ടർ വേണം. കൊറിയാണ്ടർ നമ്മള് കാന്താരി ചില്ലി വേണ്ട, അല്ലതെ എവിടെന്നാ കാന്താരിപ്പൊടി? ഇവിടെ കാന്താരിനെ പൊടിക്കാം നമുക്ക്. കാന്താരി അല്ലാന്ന്, ചില്ലി ഫ്ലെക്സ് വേണമെന്നില്ല. അധികം സ്പൈസി വേണ്ട. അധികം ഞാൻ എടുത്തരാം. ഇത് നോക്കിയേ, ഇത് എടുക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാല് കൈ എപ്പോഴും നമ്മ ഇങ്ങനെ ലാസ്റ്റ് വയ്ക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് പതുക്കനെ ഇങ്ങനെ ചെത്തിക്കൊണ്ടുപോവാ, മനസ്സിലായ? എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ കൈ ഇങ്ങനെ മുകളിലേക്ക് വെക്കണം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കൈ കട്ടാവും. ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചിട്ട് പിന്നെ പതുക്കനെ ഇങ്ങനെ എടുക്കുക, മനസ്സിലായ? എന്നിട്ട് ജൂലിയൻ ചെയ്തോ, തിന്നോ. ഒന്ന് കുറച്ച് ഉപ്പിട്ടോ. വാട്ട് ഈസ് ദിസ്? കുക്കിങ്ങിന്റെ ഇടയിൽ ഇതൊന്നും പാടില്ല കേട്ടാ. ഞാൻ തിന്നട്ടെ. ഞാൻ ബൗൾസ് സെറ്റ് ആക്കട്ടെ. ബൗൾസ് സവാള വളരെ കുനുകുനാന്ന് പറഞ്ഞാല് വളരെ കുഞ്ഞേറ്റ് കാണിച്ചുതരാം. എന്ന് വെച്ചാലേ ഇതിന് സവാളയ്ക്കൊരു സ്ട്രോങ് ടേസ്റ്റ് ഉണ്ടല്ലോ, സലാഡിലിടുമ്പോൾ നമുക്ക് അടിക്കുമ്പോൾ വരാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. മാക്സിമം അത്രയും കുഞ്ഞാക്കണം, അത്രയും നല്ലത്. ഓക്കെ, പിന്നെ അധികം വേണ്ട, ഒരു ചെറുത്തിരി മതി. ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ തക്കാളിയായി. ഒരു തക്കാളി എടുത്താ, ഒരു തക്കാളി എടുത്ത്. 2 അവക്കാഡോ ഇല്ലേ, ഒരു തക്കാളി, ഒരു തിരി, ഇത്ര മതി. ഒരു ചെറിയ പിടി സവാള, ഇത്ര മതി സവാള. ചെറിയ പ്ലേറ്റ് ഇനി ഇല്ല നമ്മളില്. ഇനി വേണ്ടത് ചെറിയ അവക്കാഡോ.
അത് പ്ലേറ്റ് അല്ലടാ, അത് സോസറാ. അവക്കാടോ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നേരെ വട്ടത്തിൽ കട്ട് ചെയ്യുക, അറിയാത്തവർ കണ്ടാ എന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരെണ്ണം സീഡില്ലാത്തതും ഒരെണ്ണം സീഡുള്ളതും. സീഡുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒന്ന് കത്തിയോട്ട് ഇങ്ങനെ വെട്ടുക, എന്നിട്ട് ഇതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ അവക്കാട് സീഡ്, ഇത് അവക്കാടിൻ്റെ ഉള്ളിലാ, സീഡിൻ്റെ ഉള്ളിലാ. സീഡിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് സീഡിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 വഴിയാണ്. സ്പൂൺ കൊണ്ട് എടുക്കുക, കാണിച്ചു തരാം. അപ്പം നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്യണ പോലെ ഇങ്ങനെ എടുക്കുക. എളുപ്പ വഴിയാണ്, ഇതാണ് എളുപ്പ വഴി. അല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് പതുക്കനെ സ്കിന്നിങ്ങനെ റിമൂവ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, ഇതും എളുപ്പ വഴി തന്നെയാണ്. അതിൽ ചിലപ്പോൾ സ്പൂണിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് അവക്കാടോ സ്കിന്നിലൊട്ടി പിടിക്കും. ഇതാവുമ്പോൾ നല്ല പഴുത്താണെങ്കിൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ അല്ലേ? പഴുത്താണെങ്കിൽ വരുള്ളൂ. അല്ലെങ്കിൽ പഴുത്തല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ സ്കിന്നോടുകൂടി ഇങ്ങനെ 1/4 കട്ട് ചെയ്യാം, എന്നിട്ട് പതുക്കനെ റിമൂവ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഡൈസ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, 1/3 ആക്കി ഓക്കെ ഇങ്ങനെ ഡൈസ് ചെയ്യാം. നല്ല വെക്കട്ടോ കേട്ടോ, പഴുത്ത വെക്കട്ടോ അല്ലേ? ചെയ്ത് നോക്കോ. അതിപ്പോ കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല, റഫ്ലി അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എന്തായാലും നമ്മ മിക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, ഒരു പ്രശ്നം നോക്കാടോ. അതെ, എക്സ്പ്രഷൻ വേറെ. എന്നിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ അടിച്ചത്? എല്ലാവർക്കും അറിയുന്നതാണ് അവക്കാടൊക്കെ എന്ത് ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇയാള് അടിപൊളി എന്ന് പറയണ്ട. അപ്പൊ റഫ്ലിങ് ചോപ്പ് ചെയ്തിടാം. ഇനി വേണ്ടത് നമുക്ക് ലൈം ജ്യൂസ്. ലൈം ഒന്ന് സ്ക്യൂസ് ചെയ്ത് തരണം, ലൈം സെസ്റ്റ് എടുക്കണം. ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗള് വേണം കേട്ടോ. ഇതിൽ മിക്സ് ചെയ്യാലോ നമുക്ക്. ഒരെണ്ണം ചെയ്താൽ ഓക്കെ. അല്ല അല്ല, ഞാൻ ഇതിനകത്തിട്ട് സ്മാഷ് ചെയ്തോണ്ട്. അല്ല, സ്മാഷ് ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണുള്ളൂ. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ അതിൽ തന്നെ ഒരു അവക്കാട് ഇട്ടിട്ടുള്ളൂ, മതിയല്ലേ? ഒരു അവക്കാട് മതി, 2 അവക്കാട് വേണ്ട. ടൊമാറ്റോ, ഒരു ടൊമാറ്റോ. ഓക്കെ, ഒരു അവക്കാടോ, ഒരു ടൊമാറ്റോ, സവാള ഒരു കുഞ്ഞിപ്പിടി. പിന്നെ വേണ്ടത് നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, സ്കിന്ന് എടുക്കാനായിട്ട്. ഒരെണ്ണം ഫുള്ള് വേണോ? ഒരെണ്ണം ഫുള്ള് വേണം. റെഡ് ചില്ലി ഇല്ലല്ലോ നമ്മളിൽ? റെഡ് ചില്ലി മുകളിലിരിക്കുന്നുണ്ട്. ഡ്രൈ ചില്ലി അല്ലേ? ഡ്രൈ ചില്ലി അല്ല, ഫ്രഷ് ചില്ലി വേണം. ഗ്രീൻ ആണുള്ള. ഭയങ്കര എരിവായിരിക്കും, എരിവാടില്ല അധികം. ലെമൺ ജ്യൂസ്. ഓക്കെ, നമുക്ക് ചെറുനാരങ്ങയുടെ സ്കിന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിടാം. ഗ്രേറ്റ് ചെയ്യോ? ആ, ഗ്രേറ്റ് ചെയ്യും. കൈ മുറിക്കരുതേ. ഗ്രേറ്റ് ചെയ്തോ. ആ, താഴത്തേക്ക് അതന്നെ മതി. ഇനി അടുത്ത് ടേൺ ചെയ്യേ. ആ, ഓക്കെ, ഡൺ. ഓക്കെ, ഡൺ. വീണായിനി തട്ടി കഴിഞ്ഞാൽ എന്താ സ്മെല്ലിനത്? സ്മെല്ലും ടേസ്റ്റും. ഇനി വേണ്ടത് ഉപ്പ്. ഒലിവ് ഓയിൽ ഉണ്ടോ നമ്മളിൽ? ഇല്ല. മിക്സ് ചെയ്യാം, ഒന്ന് സ്മാഷ് ചെയ്തിട്ട് കൊടുക്കുക.
സ്മാഷ് ചെയ്യും. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാം അല്ലേ? മിക്സ് ചെയ്യുമ്പോൾ അതും കുറച്ച് ഒലിവ് ഓയിൽ മിക്സ് ചെയ്യാം. പിന്നെ കൊറിയാണ്ടർ ഉണ്ടെങ്കിൽ കൊറിയാണ്ടർ. ഏത് സ്മാഷ് ചെയ്യണത് മിക്സ് ചെയ്യാൻ നന്നായിട്ട്. നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യണം. നമ്മളിവിടെ എത്തിക്കണത് മൾട്ടിഗ്രെയിൻ്റെ ബ്രെഡാണ് കേട്ടോ. ഞാൻ ഇപ്പൊ കുറെ ആയിട്ട് ബ്രെഡ് അങ്ങനെ മേടിക്കാറില്ല. മേടിച്ചാൽ മൾട്ടിഗ്രെയിൻ ആണ് മേടിക്കാറ്. ലച്ചുവിന് അധികം ഇഷ്ടമല്ല. ലച്ചുവിൻ്റെ അടുത്ത് പറയും സീഡ്സ് ഇല്ലാത്ത ബ്രെഡ് മേടിച്ചു തരും അമ്മ, ആ വൈറ്റ് ബ്രെഡ്. എന്നാ ഒരു ഓയിലില്ല, വെളിച്ചെണ്ണ കൈ പൊള്ളരുതട്ടോ കുഞ്ഞോ. നാലിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അത് ചൂടാവണായിരുന്നു അല്ലേ? നമ്മുടെ ലച്ചൂടെ ഒരു ഷോപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടത്തൊക്കെ കോയിൻസും നോട്ട്സും ആണ് ലച്ചു. കറൻസി ഇന്ത്യയിലുണ്ട്, ദുബായ് അല്ല UAE. ഷോപ്പിൽ എന്തൊക്കെയുണ്ട്? അതാണിപ്പോ പുതിയ ഐറ്റം. ഇതിനൊക്കെ എത്ര റേറ്റ് ഉണ്ടെന്ന് പറ, എന്നാലല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. 500. ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക, ക്രിസ്പി ആക്കിയിട്ട്. ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക. അധികം ക്രിസ്പി അല്ല, ഉള്ളിൽ കുറച്ച് സോഫ്റ്റും പുറമേ ക്രിസ്പി ആയിട്ട് എടുക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അവക്കാഡോ ഇടുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. അവക്കാഡോ സ്പ്രെഡ് ചെയ്യുക. ഇത് 6 മിനിറ്റ് പോച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒന്ന് കഴിച്ച് കാണിച്ചാൽ പൊളിയായിരിക്കും. ഇത് എടുക്കാം. ഇതിൻ്റെ കുഞ്ഞു പിള്ളേരെ കഴിച്ചാലുണ്ട്. അപ്പോൾ നമ്മുടെ അവക്കാഡോ ടോസ്റ്റ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിൽ നിറയെ ഉണ്ട്. ഞാൻ ഇത് കഴിക്കണം. കഴിക്കാനാണ് പാടിഷ്ടം. ഇങ്ങനെ ബ്ലും ബ്ലും ബ്ലും. അയ്യോ പൊട്ടി. അയ്യോ അത് കഴിക്കാൻ പറ്റില്ല ഏട്ടാ. മുട്ടുള്ള സൈഡ് വെച്ചിട്ട് കഴിക്കും. Yo. അടിപൊളി, ട്രൈ ചെയ്ത് നോക്കോ. ഇങ്ങനെ എടുത്തിട്ട് ഒരു സൈഡ് കടിച്ചോ. ആ ബ്രെഡിന്റെ ക്രിസ്പിനെസിന്റെ ഒച്ച വരുന്നുണ്ടല്ല, കിറുക്കുന്നോണ്ട്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.